സാരി ട്രാപ്പ് ചെയ്യാന്നല്ല പറയാ, ഡ്രൈപ്പ് ചെയ്യാൻ പോകണം. അതായത് പട്ടുസാരി മുന്താണി പിടിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ഞാനൊരു ടിഷ്യൂ സാരി സാരി ഞാൻ ഓണത്തിന് പിടിക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ അതിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പട്ടുസാരി ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആയോ ഞാൻ ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ആദ്യം ചെയ്തത് ഇവിടെ മറുവശമാണ് കേട്ടോ, നല്ല ഭാഗമല്ല, അടിഭാഗം. മനസ്സിലായില്ല, ഉള്ളിലേക്ക് പോണ ഭാഗമാണ് ഈ ഭാഗം. അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കരയിൽ ഈ ഭാഗത്ത് ഈ ഷോൾഡറിൽ വരുന്ന നമ്മുടെ കരയിലെ ഈ ഭാഗം, അങ്ങനെ നമ്മൾ എന്താണ് പറയുക, തലപ്പ് നോക്കിയിട്ട് നമ്മൾ ഞൊറി പിടിച്ചോളാം എപ്പോഴും. അപ്പം ഈ ഭാഗത്ത് ഏറ്റവും മുകളിൽ വരുന്ന ഞൊറിയിൽ ഈ ഭാഗം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അത് തന്നെ ഇങ്ങനെ ഒന്ന് ഞാൻ ഇസ്തിരി ഇട്ടു കേട്ടോ. ഞാൻ ഇസ്തിരി ഇട്ട് വെച്ചത് തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ഒന്ന് കാണിച്ചു തന്നോളൂ. പിന്നീട് നമ്മൾ ആ ഭാഗം മാത്രം ഇങ്ങനെയൊന്ന് മടക്കി കണ്ട, ആ ഭാഗം മാത്രം മടക്കിയിട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് നമ്മൾ ഇത് കൂടെ സ്റ്റിഫ് ചെയ്യാം. എന്താ പറയുക, ഡ്രൈപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ കരേര അവിടേക്ക് ഇതിലേക്ക് നമ്മൾ മടക്കി കണ്ടോ. ഈ മടക്കി വെച്ചത് കരയുണ്ടല്ലോ, പുറത്തേക്ക് വരുന്ന കര നമ്മൾ തുറന്നു വെച്ചു കേട്ടോ. എന്നിട്ട് അവിടേക്ക് നമ്മൾ ആ കരേര ഇപ്പുറത്തേക്ക് നമ്മൾ മടക്കിയത് ഈ മറ്റേ തുമ്പ് കൂടെ നമ്മൾ അതിൽ കൊണ്ടുവച്ചു. അങ്ങനെ അത് നമ്മൾ മടക്കിയിടല്ലോ നമ്മൾ, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ വീണ്ടും നടുമടക്കി. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടി അത് ചെയ്തു എന്നുള്ളൂ. ഓരോ മടക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ ഇസ്തിരിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അപ്പം നമുക്കത് നല്ല ഇതിൽ ചെറിയ ഞൊറി എടുക്കാനായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് ചെറിയ തോതിൽ വീണ്ടും ഇവിടെ മടക്കി കണ്ടോ. അതാ ഇങ്ങനെയാക്കി എടുത്തു നമ്മൾ കണ്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സുന്ദരികളായിട്ട് പോകാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാനിത് നിവർത്തിട്ട് വീണ്ടും നിവർത്തി ഇങ്ങനെയൊക്കെ മടക്കിയത് നമ്മൾ വീണ്ടും നിവർത്തി കേട്ടാ. ഈ ലെവലിൽ നമുക്ക് കിട്ടി പ്ലേറ്റുകൾ കേട്ടാ, ചെറിയ പ്ലേറ്റുകൾ കിട്ടി. ഇനി നമ്മൾ ഈ പ്ലേറ്റിൽ നമ്മൾ മടക്കി എടുക്കണം. ഇനി നമ്മൾ ഈ മടക്ക് ഇങ്ങനെ വെച്ചു കണ്ട. നമ്മൾ ഏറ്റവും ആദ്യം മടക്ക് ഇസ്തിരി പെട്ടി സ്വിച്ച് ഓഫ് ചെയ്യുക, പക്ഷേ ഓഫ് ചെയ്തോട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ മടക്കില്ലേ, ഇതാ ഒന്ന് കാണിക്കുക, പക്ഷേ ഇങ്ങോട്ട് കാണിക്കും. ഈ മടക്കിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ മടക്കിലേക്ക് വെച്ചു, ഈ മടക്കിലേക്ക് എടുത്തു. ഇതാ കണ്ട, ഇങ്ങനെ നമുക്കത് എടുക്കാൻ കിട്ടും. ഇതാ കണ്ട, ചെറിയ പ്ലേറ്റ് ആയിട്ട് നമുക്കത് കിട്ടും. പിന്നെ അതേ കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടോ. ഇങ്ങനെയാണ് കുട്ടികള് സാരി എടുക്കണത് കേട്ടാ. നമ്മള് അമ്മമാര് പണ്ട് വാലിട്ട് കൂട്ടുകുപ്പായി എടുക്കില്ലേ, അവരിങ്ങനെയാണ് കേട്ടോ ഞൊറിയ. അവര് കട്ടിലുമ്പോ വെച്ച് കൈ കൊണ്ട് ഒഴിയുക ചെയ്യുക. നമുക്കൊക്കെ ഇസ്തിരി പെട്ടിയിൽ സൗകര്യമുണ്ട്, ചിരട്ട ഇസ്തിരിയൊക്കെ ഇടണല്ലോ. അപ്പോൾ അവർക്കത് പാടാം. അപ്പോൾ അവരുടെ വാലുണ്ടാക്കുക ഇങ്ങനെയാ അവര്. എൻ്റെ അമ്മയൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. കുനുകുനാന്നുള്ള വാലുണ്ടാക്കും എൻ്റെ അമ്മ. ഇപ്പൊ നോക്കിയൊക്കെ നിങ്ങൾ കണ്ടാ, ഈശ്വരി പോലെ നമുക്ക് കിട്ടി കണ്ടാ. ഇങ്ങനെ കിട്ടി മുന്താണി. ഇതാ ഇവിടെ ഇറങ്ങിയ വീതിയുള്ള ഇത് കിട്ടി. ഇത് ഉള്ളിൽ കുനുകുനാന്നുള്ള പ്ലേറ്റ് കിട്ടി. ഇനി നമുക്കിത് സമാക്കിയിട്ട് ഇവിടെ പിൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് പിന്നീട് ഞൊറിയാം കേട്ടോ. അതേ ഞാനിങ്ങനെ ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചു വിട്ടാ ഇസ്തിരി പെട്ടി. ഈ ലെവലിലേക്ക് നമുക്ക് കിട്ടി കണ്ട. ചെറിയ പ്ലേറ്റായിട്ട് ഉള്ളിൽ കിട്ടി. ഇതാ കണ്ട, ഈ പ്ലേറ്റാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്നത് ഇത്തിരി ഇങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മറക്കി ഇവിടെ ഭാഗം നമ്മുടെ ഈ സൈഡ് വരുമ്പോൾ അത് ഭംഗിയായിട്ട് കാണുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കീഴ്പ്പെട്ടിക്ക് അത് ഞൊറി പിടിക്കാം. അതേ നമ്മളിപ്പോൾ മുന്താണിയൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കണ്ടോ. ഭംഗിയായിട്ട് മുന്താണി നമുക്ക് പിടിച്ച് കിട്ടി കണ്ടോ. അങ്ങനെ വരും. ഈ ഭാഗം നമുക്കിവിടെ ഇങ്ങനെ വിരിഞ്ഞ് വരും കണ്ടോ.
മുന്താണിയുടെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് പ്ലേറ്റ് ഇവിടെ പിടിക്കും കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന നമ്മുടെ ഇവിടെ വരുന്ന പ്ലേറ്റുകൾ ഞാനിപ്പോൾ പിടിച്ച് ഇസ്തിരി ഇടുന്നു കേട്ടോ. അത് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മടക്കി സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് രാവിലെ എനിക്ക് കൊടുക്കാൻ പെട്ടെന്ന് പോകാനായിട്ട് പെട്ടെന്ന് സാധിക്കും. ആ സൂചികളെ കൊണ്ട് ഊരുക, പിൻ ചെയ്യുക, പാവാടയിൽ അങ്ങോട്ട് കുത്തി കൊടുക്കുക വേണ്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്താണി പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരുവിധം സാരി പട്ടുസാരി പിടിച്ച് കിട്ടാൻ സമയം എടുത്തുകൊണ്ട് എനിക്ക് അത് പിടിക്കാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. ടിഷ്യൂ സാരിയെ പോലെ പട്ടുസാരി നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും എടുക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഇനി നമുക്ക് ഈ ഭാഗവും ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ടോ. കണ്ട അവിടെ ഞാൻ പിൻ ചെയ്ത കാരണം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരിക. കണ്ടോ ഇവിടെ ഞാൻ പിൻ ചെയ്തത് അത് ഇതിൻ്റെ ഇതുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ മുന്താണി ഇവിടെ പ്ലേറ്റ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മടക്കി ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ നേരത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ലിഞ്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾക്കൊരു പരിപാടി ഉണ്ട്. ഓഫീസിൽ ഇങ്ങനെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടിക്ക് വരും. അപ്പോൾ അവളിപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുവരും. പക്ഷേ ഞാൻ ഈ സാരി പ്ലീറ്റ് ഇടാൻ വന്നിട്ട് ഞാൻ തോറ്റു പോയിട്ടൊക്കെ എത്ര സമയം എടുത്തുന്നറിയോ? 6 മണി തൊട്ട് 6:45 മണിക്കൂർ ഞാൻ ഈ സാധനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു. ഇതിന് സ്പെഷ്യൽ കാശ് ലിഞ്ചു എനിക്ക് അയക്കേണ്ടതാണ്. ഇത് ഞാൻ പ്ലേറ്റ് പിടിച്ചാൽ സ്പെഷ്യൽ പൈസ എനിക്ക് ലിഞ്ചിൻ്റെ വക വരേണ്ടതാണ്. അത്രയും ഞാൻ പണം കിട്ടും ഈ സാരി ജോലിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ വേറെ വഴിക്ക് പോകാൻ നിൽക്കണം. ടാറ്റാ. ഓക്കെ, എല്ലാവരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ.